സുഹൃത്തുക്കളെ, ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ചരിത്രം, പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള അവരുടെ സമീപനത്തെക്കുറിച്ചും അതിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസം എന്നത് 17-18 നൂറ്റാണ്ടുകളിൽ അനുഭവിച്ച യൂറോപ്പിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ സന്തതിയാണ്. അന്നുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ഉച്ചനീചത്വം ഈ വ്യവസായ യുഗത്തിലും തുടർന്നാൽ അത് അസഹനീയമായിരിക്കും എന്ന് ബോധ്യമായ ഒരു സമൂഹത്തിൻ്റെ പെടച്ചിലായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കണക്കാക്കാം. അതായത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായത് ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എഞ്ചിനോടുകൂടിയാണ്. ഈ സ്റ്റീം എഞ്ചിൻ ആണ് പിന്നീട് ഉണ്ടായ അനേകം വ്യവസായങ്ങൾക്ക് കാരണമായ കൂറ്റൻ യന്ത്രങ്ങളുടെയും ഫാക്ടറികളുടെയും നിദാനമായത്. ഇതനുസരിച്ച് അന്നുവരെ ഇല്ലാത്ത ഒരു സമൂഹം കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഒന്നിക്കുന്ന കേന്ദ്രങ്ങൾ ആയിട്ട് ഫാക്ടറികൾ മാറുകയും തൊഴിലാളികൾ അവരുടെ പൊതുവായ പ്രശ്നങ്ങളെ പങ്കുവെക്കുകയും ചെയ്തതോടുകൂടിയാണ് തൊഴിലാളി വർഗം എന്ന ഒന്നുണ്ടായത്. മാർക്സിന്റെ ആശയത്തിൽ തുടക്കത്തിൽ, അത് പിന്നീട് മാറിയതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. വിപ്ലവം വരുന്നത്, അല്ലെങ്കിൽ മാർക്സ് വിഭാവന ചെയ്ത വിപ്ലവത്തിനുള്ള യഥാർത്ഥ നേതൃത്വം തൊഴിലാളികൾക്കായിരിക്കുമെന്ന് ഒരു ദർശനം. പിന്നീടത് റഷ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാർക്സ് തന്നെ പരിചിന്തിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്തെച്ചാൽ, ഈ വിപ്ലവത്തിന്റെ നേതൃത്വം തൊഴിലാളികൾക്കാണ് എന്നാണ്. നേരെ മറിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ എന്നത് ചൈനയുടെ
സമൂഹത്തിൽ വളരെ 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 ശുഷ്കമായ ഒരു ശക്തിയാണെന്നും അതിനു പകരം അവിടെ വിപ്ലവത്തെ നയിച്ചത് കർഷകരാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ജന്മികൾക്ക് കീഴിലുണ്ടായിരുന്ന കർഷകരാണ്, സ്വയം ഭൂമിയില്ലാത്ത അടിച്ചമർത്തപ്പെട്ട കർഷകരാണ് ചൈനയിലെ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളികൾ. രണ്ട് പേരുടെയും ലക്ഷ്യങ്ങൾ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം, അതിന് ആദ്യപടിയായ സോഷ്യലിസം, അതിന് മുൻപുള്ള അതിന് വഴിയൊരുക്കുന്ന ജനാധിപത്യം, ഈ ജനാധിപത്യം ജനകീയ ജനാധിപത്യം, പിന്നീട് സോഷ്യലിസം, പിന്നെയാണ് കമ്മ്യൂണിസം എന്ന ആശയത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ ലക്ഷ്യം രണ്ടുപേർക്കും കമ്മ്യൂണിസം ആണെങ്കിലും അതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള കമ്മ്യൂണിസത്തിൻ്റെ ആശയമാണ്. നേരെ മറിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം ആഗോളീകരണം, പ്രാദേശികമാണ്. അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയവും അവരുടെ ലക്ഷ്യവും അവരുടെ തത്വസംഹിതയും പ്രാദേശികമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് കമ്മ്യൂണിസം ഉൽപ്പാദിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുക, അത് കയറ്റുമതി ചെയ്യുക. മറ്റൊന്ന് അത് സ്വയം ആസ്വദിക്കുക എന്നത് മാത്രം. അതിൻ്റെ ഗുണഗണങ്ങൾ അവരാസ്വദിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടാണ് അവർ സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ഏറ്റവും പ്രധാനമായത് അവരുടെ അടുത്ത തലമുറയെ എങ്ങനെ ഇതിന് പരിശീലിപ്പിക്കാം എന്നതിനുള്ള അവരുടെ വിദ്യാഭ്യാസ രീതി തന്നെയാണ്. ഈ വിദ്യാഭ്യാസ രീതിയിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും, അതിൽ ചൈന വളരെ 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 അധികം വിജയിച്ചു. ഏത് ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ IQ പട്ടികയിൽ എടുത്തു നോക്കിയാലും ചൈനക്കാരൻ്റെ ശരാശരി IQ 105 എത്തിയിരിക്കുന്നു. നേരെ മറിച്ച് അമേരിക്കയുടേത് പോലും 98 മനസ്സിലാക്കണം. ഈ വലിയ ഭൂമിന്, വലിയ എടുത്തുചാട്ടത്തിന്, വലിയ ഉയർച്ചക്ക് എന്താണ് കാരണം? അതാണ് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയയിലുണ്ടായ മാറ്റം. നേരെ മറിച്ച് ഈ സ്വഭാവം, ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിൻ്റെ പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് ഒരു മാറ്റം, വ്യക്തമായ വിപ്ലവകരമായ ഒരു മാറ്റം നമുക്ക് റഷ്യയിൽ കാണാൻ കഴിയില്ല. നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ സമ്പുഷ്ടമാക്കാനും അതിനുവേണ്ട വിഭവങ്ങൾ നൽകാനും സോവിയറ്റ് യൂണിയൻ, മറ്റെല്ലാ, ഇപ്പൊ ഇന്ത്യയെ പോലെ തന്നെ മറ്റ് എല്ലാ ഫ്യൂഡലിസ്റ്റ് രാജ്യങ്ങളെ പോലെ, ഇംഗ്ലണ്ടിനെ പോലെ, ഫ്രാൻസിനെ പോലെ ഒക്കെ ശ്രമിച്ചു എന്നല്ലാതെ വിദ്യാഭ്യാസ പ്രക്രിയയെ തകർത്ത് പുനർനിർമ്മിക്കാൻ
മറ്റൊരു രാജ്യവും ശ്രമിച്ചിട്ടും ഇല്ല, നടന്നിട്ടുമില്ല. നേരെ മറിച്ച് ചൈനയിൽ അങ്ങനെ ഒരു കാര്യം നടന്നു. അവരുടെ സാംസ്കാരിക വിപ്ലവത്തോടുകൂടി നിലവിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ അടച്ചുപൂട്ടി അതിലുള്ള കുലാക്കുകളെ എന്നോ അതിലുള്ള വിദഗ്ധരോടൊക്കെ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അന്ന് വരെ വിദ്യാഭ്യാസം എന്നത് ഈ പറഞ്ഞ നഗര കേന്ദ്രീകൃതമായ ചില കേന്ദ്രങ്ങളിലാണ് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് വളരെ റിമോട്ടായിട്ടുള്ള അപ്രാപ്യമായ അനേകം ഗ്രാമങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചൂടും ചൂരും അറിഞ്ഞിരുന്നില്ല. അത് മാറി സാംസ്കാരിക വിപ്ലവത്തോടു കൂടി വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമായും ജനകീയമാക്കാനും അത് പരമാവധി അവസാനത്തെ മനുഷ്യനും അല്ലെങ്കിൽ അവസാനത്തെ സമൂഹത്തിന് പോലും കിട്ടാവുന്ന രീതിയിൽ മാറ്റാൻ അവർക്ക് ഈ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് കഴിയും. അതിനവർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത് ഈ സാംസ്കാരിക വിപ്ലവമാണ്. അതോടുകൂടി തന്നെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു ജനാധിപത്യവൽക്കരണം ഒരു വലിയ പരിധിവരെ അവിടെ നടന്നു. സാധാരണ നിലക്ക് ഈ ഫ്യൂഡൽ ട്രഡീഷണൽ ജനാധിപത്യ വിദ്യാഭ്യാസ രീതി, അതായത് ട്രഡീഷണലായ വിദ്യാഭ്യാസ രീതിയിൽ ഒരിക്കലും ജനാധിപത്യ മൂല്യങ്ങൾ സ്വാംശീകരിച്ചിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു പ്രജാധിപത്യ മൂല്യങ്ങളിൽ ആണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിൽ ലോകത്താകെ വ്യാപകമായിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഓരോ കുഞ്ഞും അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായിട്ടും അർപ്പിച്ച് അവിടെ ഒരു നിയമവ്യവസ്ഥക്ക് കീഴിൽ അടിമയാകുന്നു. അതുവരെ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്ന ഒരു കുഞ്ഞ് സ്കൂളിൽ വരുന്നതോടുകൂടി പല നിയമങ്ങൾക്കും പൂർണ്ണമായും അർത്ഥശൂന്യമായിട്ട് തന്നെ അനുസരിക്കേണ്ടി വരുന്നു. അതോടുകൂടി തന്നെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് അത് ഒരു വലിയ വിലങ്ങുതടിയാവുന്നു. സ്വതന്ത്ര ചിന്ത അതോടുകൂടി തന്നെ നിരുത്സാഹപ്പെടുത്തപ്പെടുന്നു. സ്റ്റാൻഡ് സിറ്റ് സ്റ്റാൻഡ് സിറ്റ്, എന്ത് സ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങനെ ഈ പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ഫ്യൂഡൽ പൗരനെ, ഒരു പ്രജയെ ഉണ്ടാക്കാനുള്ളതായിരുന്നെങ്കിൽ അതേ വിദ്യാഭ്യാസ സമ്പ്രദായം തുടരുകയാണ് റഷ്യയും ഇന്ത്യയും ഒക്കെ ചെയ്തത്. നേരെ മറിച്ച് ആ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും പൂട്ടിക്കെട്ടി പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായം തുടരുകയാണ് അല്ലെങ്കിൽ തുടങ്ങുകയാണ് ചൈന ചെയ്തത്. ഇതാണ് ചൈനയിലെ വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റങ്ങൾ.
അതനുസരിച്ച് അവർക്ക് ഓരോ കുഞ്ഞിൻ്റെയും തനത് കഴിവുകളെ, തനത് ശേഷികളെ, മാനസികവും കായികവുമായ തനത് ശേഷികളെ പരമാവധി വികസിപ്പിക്കാനുള്ള യഥാർത്ഥ ഒരു ജനകീയ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പരിധിവരെ എങ്കിലും അവിടെ നടന്നു എന്നതിന് തെളിവാണ് അവിടെ കുഞ്ഞുങ്ങളെ ഗണിതം പഠിപ്പിക്കുന്ന രീതി. പണ്ടത്തെ ഡിസ്ക്രിപ്ഷൻ മെത്തേഡിൽ നിന്ന് അവര് ഡിസ്കവറി മെത്തേഡിലേക്ക് മാറിയതായും അതുവഴി അവരെ കുഞ്ഞുങ്ങൾ ഗണിതശാസ്ത്രത്തിൽ ലോകത്ത് തന്നെ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡിൽ 2010 ശേഷം ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നതായിട്ട് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രീതി ഈ ഡിസ്കവറി മെത്തേഡാണ് ജനാധിപത്യ വിദ്യാഭ്യാസ രീതിയിലുള്ളതെന്നും അത് ഗണിതത്തിലൂടെ, ഗണിത വിദ്യാഭ്യാസത്തിലൂടെ ചൈനയിൽ വന്നിട്ടുണ്ടെന്നും ഒരു പരിധിവരെ അത് മറ്റു വിഷയങ്ങളിലേക്കും ചൈനീസ് വിദ്യാഭ്യാസ രീതി ഉയർന്നിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഗണിക്കുന്നു, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പൊതുവായിട്ടുള്ള ജനറൽ ആവറേജ് IQ ഉയർന്നു വരാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ യഥാർത്ഥത്തിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവരെ തത്വശാസ്ത്രം അവർ ഒരു കയറ്റുമതി ചരക്കല്ല. ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം തത്വശാസ്ത്രം എന്നത് കയറ്റുമതി ചരക്കല്ല. അവർക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനം. അതുകൊണ്ട് തന്നെ അവരത് പ്രാക്ടീസ് ചെയ്യുന്നു. നേരെ മറിച്ച് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫലപ്രദമായ സജീവമായ കയറ്റുമതി ചരക്കായിരുന്നു. അതുകൊണ്ടാണ് അവര് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് സമിതി സമിതി രൂപീകരിക്കുകയും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. അടുത്തതായിട്ട് വിദേശ ബന്ധത്തിലുള്ള ഡിപ്ലോമസി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ചൈനയും റഷ്യയും തമ്മിൽ ഈ ഡിപ്ലോമസിയും, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ വിദേശ ബന്ധത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ആരൊക്കെ റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും വിശ്വസിക്കുന്നു അവർക്ക് ഒരു പ്രാധാന്യം കാട്ടിയിരുന്നു, അവരെ സഹായിച്ചിരുന്നു, അവരെ കൂട്ടാളികളായിട്ട് കൂട്ടിയിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏതൊരു രാജ്യവും അവരുടെ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥയിലാണെന്നും അത് അവരാണ് മാറ്റേണ്ടതെന്നും അവർക്ക് താല്പര്യം അനുഭവപ്പെടുമ്പോഴേ അവർ മാറേണ്ടതെന്നും നമ്മൾ അവരോട് ഏറ്റവും മാന്യമായ സത്യസന്ധമായ അന്തസ്സായ ഒരു സമീപനമേ സ്വീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഇത് മാതൃകയായി സ്വീകരിച്ച് അവരും കൂടുതൽ ശരിയിലേക്ക് സ്വയം മുന്നേറിക്കൊള്ളുമെന്ന ശരിക്കും പൊതു ആപേക്ഷികത, സാമൂഹ്യ ബോധം ആണ് അവര് സ്വീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അവർക്ക് വിദേശത്ത് യാതൊരു രാഷ്ട്രീയ മോഹങ്ങളുമില്ല, കച്ചവട മോഹം മാത്രമേ ഉള്ളൂ.
അതനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവരുണ്ടാക്കിക്കൊണ്ടേ കൊടുക്കും. ഇവർക്ക് ആവശ്യമുള്ള അവിടെയുള്ള സാധനങ്ങൾ ന്യായമായ വിലക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും. അതിൽ ഒരിക്കലും കവർച്ച ഇല്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു കൊടുക്കൽ വാങ്ങലേ ഉള്ളൂ. അതിൽ തന്നെ പരസ്പര സമ്മതം എന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ ഹോങ്കോങ്ങിലൊക്കെ ബ്രിട്ടീഷുകാരൻ പരസ്പര സമ്മതമാണെന്ന് പറഞ്ഞിട്ട് കരാറുകളാണ്ട് ഉണ്ടാക്കി ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിടിപ്പിക്കുകയാണ്. അന്ന് ചൈനയിലെ ചക്രവർത്തിക്കോ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കോ യാതൊരു ശക്തിയില്ല. അവർ പറയുന്നിടത്ത് ഒപ്പിടണം, അല്ലെങ്കിൽ തല പോവും. അങ്ങനെയുള്ള കരാറുകളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യവും കോളനി വാഴ്ചക്കാരും സ്വീകരിച്ചിരുന്നത്, സാമ്രാജ്യത്വ ശക്തികൾ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ അല്ലാതെ പരസ്പര ബഹുമാനത്വത്തോടു കൂടിയുള്ള തുല്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള കരാറുകൾ, അതാണ് ചൈന മറ്റ് രാജ്യങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ മറ്റ് രാജ്യങ്ങളോടുള്ള സമീപനം. നേരെ മറിച്ച് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിരുന്നു. അവർ സഹായിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ ജനാധിപത്യ ആശയങ്ങളോ സോഷ്യലിസ്റ്റ് ആശയങ്ങളോ ഉൾക്കൊണ്ടവരായിരിക്കണം എന്നതാണ്. ഇതാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള വിദേശ നയത്തിൽ ഉള്ള വ്യത്യാസം. അവർക്ക് സൗദി അറേബ്യയോടും ഇറാനോടും പാകിസ്ഥാനോടും ഒക്കെ, അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളോടൊക്കെ നല്ല ബന്ധമാണ്. ഇസ്രായേലിനോട് പോലും. കാരണം നേരിട്ട് എന്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും, നേരിട്ട് എന്തൊക്കെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും എന്ന് മാത്രമാണ് അവർ മറ്റൊരു രാജ്യവുമായിട്ട് സ്വീകരിക്കുന്ന നയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെയും ചൈനയുടെയും വിദേശ നയം, വിദേശ ബന്ധങ്ങൾ, ഡിപ്ലോമസി ശരിക്കും വ്യത്യസ്തം തന്നെയാണ്. മാത്രമല്ല ഈ അടുത്തതായിട്ട് സഹായമാണ്. മറ്റൊരു രാജ്യത്ത് സഹായിക്കണമെങ്കിൽ റഷ്യയുടെ താല്പര്യ സംരക്ഷണം നോക്കിയിട്ട് മാത്രമേ റഷ്യക്ക് അതിന് കഴിഞ്ഞിരുന്നുള്ളൂ. നേരെ മറിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് പ്രാദേശികമായ ആവശ്യമാണ് എന്നത് മാത്രമാണ് കണക്കാക്കുക. പ്രാദേശികമായ ആവശ്യമുള്ളത് അവർ ചെയ്തു കൊടുക്കും. ഇപ്പോൾ പല സ്ഥലത്തും ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും അവർ വളരെ പൊല്യൂട്ടഡായ അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന കൽക്കരിയുടെ തെർമൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അതുണ്ടാക്കുന്നത്? അതിന് പകരം നിങ്ങൾക്ക് സൗരോർജവും അതേപോലെ കാറ്റാടി യന്ത്രങ്ങളും ഒക്കെ, അതിലൊക്കെ നിങ്ങൾ വളരെ മേലെയാണല്ലോ, അതുണ്ടാക്കി കൊടുത്തു. അത് അവരതിന് ഉത്തരം പറഞ്ഞത്, അത് അവർ പറയാതെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി. അവരതിന് ഉയരാത്തിടത്തോളം കാലം അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്നാണ്. അവരെ വിദ്യാഭ്യാസം ചെയ്ത് അവരെ മനം മാറ്റി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, നല്ലത് നിങ്ങൾക്ക് ഇതാണ്, ഇവിടെ നല്ല സൂര്യപ്രകാശം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സൗരോർജത്തിനുള്ള സോളാർ പാനലുകൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തെർമൽ പ്രോജക്റ്റുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് കൽക്കരി കൊണ്ടാണ് അവർക്ക് ഉണ്ടാക്കുന്നത്, അത് ഞങ്ങൾ ഉണ്ടാക്കി എന്നാണ്, അതിനുള്ള സഹായം ഞങ്ങൾ ചെയ്യും എന്നാണ് ചൈന പറഞ്ഞത്. അതായത് ചൈനയിലെയും റഷ്യയുടെയും കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം ഒന്നാണെങ്കിലും അവരുടെ സമീപനങ്ങൾ രണ്ടാണ്
എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 20-ാം നൂറ്റാണ്ട് എങ്ങനെയാണ് മുതലാളിത്ത സമൂഹം, പ്രത്യേകിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കൂടിയ ആ നാറ്റോ സഖ്യം എങ്ങനെയാണോ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലോകത്താകെ നടപ്പിലാക്കാനും ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ചുണ്ടായിരുന്ന ഭരണകൂടങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ് അവരിഷ്ടമുള്ള കാര്യങ്ങൾ നടത്താനും അവരുപയോഗിച്ചത്, അതുപോലെയോ അതിന് സമാനമായിട്ട് 21-ാം നൂറ്റാണ്ടിലെ ഇനിയുള്ള കാലം ചൈനയുടെ ഒരു തേരോട്ടമായിരിക്കും. പക്ഷെ അതിൻ്റെ സ്വഭാവം ആയുധങ്ങളോ അക്രമമോ അനീതിയോ അല്ലെങ്കിൽ കീഴടക്കലോ അല്ല, സാമ്പത്തികമായ കച്ചവടം, സാമ്പത്തികമായ സഹായവും സഹകരണവും പങ്കാളിത്തവും കൊണ്ടുള്ള ഒരു പുതിയ ചൈനയുടെ മുന്നേറ്റം ഉണ്ടാവും. അതിൽ ഇന്ത്യക്കും കൂടിയും വളരെ 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 കൂടുതൽ ചെയ്യാനുണ്ട്. അതിന് ഇന്ത്യൻ നേതൃത്വവും കൂടിയും തയ്യാറായി ചൈനയുടെ ഒരു പങ്കാളിയാവുകയാണെങ്കിൽ ലോക മുതലാളിത്തത്തിൻ്റെ അന്ത്യം അന്ന് തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുവഴി ലോക മുതലാളിത്തവും അധിനിവേശവും ചൂഷണവും എന്നേക്കുമായി അവസാനിക്കാനുള്ള മരണമണികൾ നാം കാതോർത്താൽ കേൾക്കാൻ കഴിയും. അതിന് കാലികമായി സൃഷ്ടിപരമായി ഇന്ത്യയും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്.